Hi, welcome back, and this is part 2 of the salient features of the Indian Constitution. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിപ്പറേഷനിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ വി വുഡ് ലുക്ക് അറ്റ് ദ കീ ഫിഗേഴ്സ് ഹു വെർ ഇൻവോൾവ്ഡ് ഇൻ ദിസ്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്, ആൻഡ് അവർ വഹിച്ച ആ ഒരു പ്രധാന പങ്ക് എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞു പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് അത് ഇറ്റ് വാസ് ദ മോണ്യുമെന്റൽ ടാസ്ക് ദാറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തന്നെ, അല്ലേ? അപ്പൊ അതിനകത്ത് എത്ര വ്യക്തികളുണ്ടായിരുന്നു? ടോട്ടൽ സം 368. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അത് കഴിഞ്ഞ വീഡിയോയിലും നിങ്ങളുടെ നോട്ട്സിലും അതുണ്ട്, അത്രയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പല റീജിയൻസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റീസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, പല പൊളിറ്റിക്കൽ ഐഡിയോളജീസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ ചേർന്നാണ് ഇത് എന്താ പറയേണ്ടത്, അതിൻ്റെ ആ ഒരു ഫൈനൽ ഷേപ്പിൽ എത്തിച്ചത്. അപ്പോൾ ആദ്യത്തെ ഫിഗർ നമ്മൾ സംസാരിക്കുമ്പം എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇസ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ ഹീസ് ഓഫൻ റെഫേർഡ് ടു ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹമായിരുന്നു ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് അന്ന് പ്രവർത്തിച്ചത്. ആൻഡ് അദ്ദേഹത്തിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രാഫ്റ്റിംഗ് ദ ബൾക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാടധികം ഏരിയാസ് അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തു, ആൻഡ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഒരു ഗൈഡും കൂടി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് എന്താ പറയണ്ടേ, നിയമനിർമ്മാണത്തിന്റെ. നമുക്കറിയാം, നിയമനിർമ്മാണം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്, അല്ലേ? അപ്പം അദ്ദേഹത്തിന് ഇത് സാധിച്ചതെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഹി ഹാഡ് എക്സ്റ്റെൻസീവ് നോളജ് ഓൺ ലോ. നിയമങ്ങളെക്കുറിച്ച് ഒരുപാടധികം അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ ജസ്റ്റിസിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു വിഷൻ, ആൻഡ് അദ്ദേഹം അതുവരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള എഫേർട്സ് ആക്ച്വലി നമ്മളുടെ ആ റൈറ്റ്സ്, പ്രത്യേകിച്ചും ആ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത്, അത് ആ ഘടകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഷേപ്പിൽ കൊണ്ടെത്തിക്കുന്നത്. ആൻഡ് അടുത്തത് ഇസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആക്ച്വലി ഹി പ്രിസൈഡഡ് ഓവർ ദ സെഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓക്കെ, അപ്പം അദ്ദേഹമായിരുന്നു അസംബ്ലിയുടെ പ്രസിഡന്റ്, ആൻഡ് ഹി ഗൈഡഡ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാടധികം ഡിസ്കഷൻസും ഡിബേറ്റ്സും ഫെസിലിറ്റേറ്റ് ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പ്രധാനമായിട്ടും ഇവിടെ ഉറപ്പുവരുത്തിയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, ആ ഒരു അസംബ്ലിയിലുള്ള എല്ലാ വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഒരു പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ്, ഹി ആക്ച്വലി ഡെലിവേർഡ് ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ശരിക്കും ദാറ്റ് ബിക്കെയിം ദ ഗ്രൗണ്ട് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ദാറ്റ് വാസ് ദ അണ്ടർലൈങ് ഫിലോസഫി ആൻഡ് ദ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്ന് വന്നു, ആൻഡ് ദിസ് വാസ് ഡെലിവേർഡ് ബൈ ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ ആയിരുന്നു ഓഫ് എ ഡെമോക്രാറ്റിക്, സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്നുള്ള ആ ഒരു വിഷൻ ശരിക്കും ഒത്തിരിയധികം ഇൻഫ്ലുവൻസ് ചെയ്തു ആ കീ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നതിനകത്ത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് സർദാർ വല്ലഭായ് പട്ടേൽ. സോ ഹി യൂണിഫൈഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പം അതിനു മുന്നേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നല്ലോ നമുക്ക് ഉണ്ടായിരുന്നത്. ഹി യൂണിഫൈഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഡ്വക്കേറ്റിംഗ് ഫോർ ഫെഡറൽ സ്ട്രക്ചർ. അത് സർദാർ വല്ലഭായ് പട്ടേൽ. ഹി വാസ് എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹി വാസ് എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും ഒരുപാടധികം ലോബിയിങ് നടത്തി, ഒരുപാടധികം നെഗോസിയേഷൻസ് കൊണ്ടുവന്നു, ആ ഒരു ഫെഡറൽ പ്രൊവിഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വക്കേസി നടത്തി എന്നുള്ളതാണ്. ആ ഒരു ഫെഡറൽ പ്രൊവിഷൻസ് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫെഡറൽ കോൺസെപ്റ്റ് നമുക്ക് വന്നതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു യൂണിറ്റി
ആൻഡ് ആ ഒരു പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റിയും യൂണിറ്റിയും നിലനിർത്താനായിട്ട് സാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പല സ്റ്റേറ്റ്സിനെ, പല ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം അതിനെ ഒരു വൺ യൂണിഫൈഡ് ഇന്ത്യൻ യൂണിയൻ ആക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് ആ ഒരു ടാസ്ക് തന്നെ ശരിക്കും ആ ഒരു ഫെഡറൽ സ്ട്രക്ചറിനെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിനെയും ഒരുപാടധികം സ്വാധീനിച്ചു എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ഹാവ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പം അദ്ദേഹം മെയിനായിട്ട് മൈനോറിറ്റി റൈറ്റ്സിലാണ് ശരിക്കും ഫോക്കസ് ചെയ്തത്. ഹി വാസ് ഓൾസോ എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. അപ്പോൾ അദ്ദേഹം നമുക്ക് ഓൾറെഡി അറിയാം, ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർ, ഒരു നേതാവായിരുന്നു ആ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ, അല്ലേ? ആൻഡ് ആസാദ് വാസ് എ കീ അഡ്വക്കേറ്റീവ്, ആ മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കീ അഡ്വക്കേറ്റീവ് ആയിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വെ വെരി ലാർജ് ഇൻ എൻഷ്യൂറിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലെക്റ്റഡ് the pluralistic nature of Indian society. ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നില്ലേ, അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് തന്നെ പ്ലൂറലിസ്റ്റിക്, അല്ലെങ്കിൽ പലതരം സൊസൈറ്റീസിൻ്റെ ഒരു കോമ്പിനേഷൻ ആണല്ലോ എന്നുള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത ഒരു പ്രോമിനൻറ്റ് ഫിഗർ നമുക്ക് നോക്കാനുള്ളത് ഇസ് KM മുൻഷി. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വാസ് ടു ദ പ്രിയാമ്പിൾ ആൻഡ് ടു ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത്. ഇപ്പം മുൻഷിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സ്കോളർ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാട് സെക്ഷൻസിലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരുപാട് സെക്ഷൻസിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒന്നാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ പ്രിയാമ്പിൾ, അതേപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എന്താ പറയേണ്ട ആ ഒരു ഇന്ത്യൻ കൾച്ചറൽ വാല്യൂസ് ഒരു ലീഗൽ ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരിക. കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലീഗലി ബൈൻഡിങ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കൾച്ചറൽ വാല്യൂസിനെ കൂടെ എടുത്തൊരു ലീഗൽ ഫ്രെയിം വർക്കിലേക്ക് ആക്കി മാറ്റുന്നതിന് KM മുൻഷി സഹായകരമാക്കി എന്നുള്ളതാണ്. ആൻഡ് പിന്നെ നമുക്ക് പറയാനുള്ളത് അലാദി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ തന്നെയായിരുന്നു. എഗെയിൻ ഒരു ലീഗൽ സ്കോളറാണ്. ആൻഡ് അയ്യർ ഹാഡ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിനെ കുറിച്ച് വളരെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ഒഴിച്ചുവിടാൻ കഴിയാത്ത ഒരു മെമ്പറായി മാറി എന്നുള്ളതാണ് ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ. Then we have B.N. Rao, constitutional advisor ആയിരുന്നു. Rao was actually appointed as the constitutional advisor to the Constituent Assembly. Constituent Assemblyയുടെ constitutional advisor, ഓക്കെ, അതായിരുന്നു B.N. റാവുൻ്റെ ആ ഒരു റോൾ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹമാണ് ശരിക്കും ആ ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതും ആൻഡ് അതിന് ലീഗൽ ആൻഡ് ടെക്നിക്കൽ എക്സ്പെർട്ടീസ്, ആ ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സിൽ ആവശ്യമായ ലീഗൽ എക്സ്പെർട്ടീസ്, ആവശ്യമായ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാടധികം സജഷൻസും അദ്ദേഹത്തിൻ്റെ റിസർച്ചും ഒക്കെ ഒത്തിരി അധികം ഏരിയാസിൽ ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സഹായിച്ചു എന്നുള്ളത്. മറ്റൊരു പ്രോമിനൻറ്റ് ഫിഗറാണ് HC മുഖർജി. അപ്പം HC മുഖർജി വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്നുള്ളതാണ്. അപ്പം മുഖർജിയും വാസ് ഓൾസോ എ മെമ്പർ ഓഫ് ദി അസംബ്ലി. അദ്ദേഹത്തിനും ഈ ആ ഒരു മൈനോറിറ്റി റൈറ്റ്സിലും സെക്യുലറിസത്തിലും ഒക്കെ ഒരുപാടധികം ഡിബേറ്റ്സ് നയിക്കുകയും അത് എന്താ പറയേണ്ടത് ഒന്ന് പ്രോമിനൻ്റ് ആക്കി കൊണ്ടുവരുന്നതിനൊക്കെ സഹായകരമായി എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ വി ഓൾസോ ഹാവ് ശ്യാമ പ്രസാദ് മുഖർജി. അദ്ദേഹം ഒരു മെമ്പർ ആയിരുന്നു ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ. സോ മുഖർജി വളരെ ഒരു സ്ട്രോങ് അഡ്വക്കേറ്റ് ആയിരുന്നു ഫോർ ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇൻ ടു ഇന്ത്യ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൻ്റെ പിന്നിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രവർത്തനം ഒരുപാടധികം ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഓൾസോ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് പോളിസീസ് റിലേറ്റഡ് ടു ദ നേഷൻസ് യൂണിറ്റി. നമുക്കൊന്ന് ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി വേണം, നമ്മുടെ ബോർഡേഴ്സ് എന്നുള്ളത് അത് കൃത്യമായിരിക്കണം, ആ ബോർഡേഴ്സ് എന്നുള്ള ഒരു കാര്യം.
ആൻഡ് ആ ഒരു നേഷൻ്റെ യൂണിറ്റി. അപ്പോൾ ഇത് പ്രോമിനൻ്റ് ആയിട്ടുള്ള 10 പേരുടെ കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. മെയിൻ ഫിഗേഴ്സ് ഇവരൊക്കെ തന്നെയാണ്. ആൻഡ് എന്താ പറയേണ്ടത്, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ആൻഡ് നൗ നമുക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടൈം ലൈൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തത് എത്ര നാളുകൊണ്ടാണ്, ആൻഡ് വാട്ട് വേ ദ മേജർ മൈൽ സ്റ്റോൺസ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻ കാൻഡിഡേറ്റ്സ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് ഞാനിവിടെ ഈ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ. സോ ദ ഫസ്റ്റ് ഡേറ്റ്, ഇതിനകത്ത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 9th of December 1946, 1946 ഡിസംബർ 9. അപ്പോൾ ഈ ദിവസമാണ് ആദ്യത്തെ സെഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളത്. സോ ദിസ് വാസ് ഹെൽഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ ദാറ്റ് ഇസ് ദ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് ഹൗസ് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഈ ഒരു സമയത്ത് സച്ചിദാനന്ദ സിൻഹ സെർവ്ഡ് ആസ് ദ ടെമ്പററി പ്രസിഡന്റ്. ആൻഡ് ഈ ഒരു സെഷന് J.B. Kripalani gave the first address. അപ്പോൾ who addressed the Constituent Assembly first? That was J.B. Kripalani. Okay. അടുത്ത ഡേറ്റ് നമുക്ക് 13th of December 1946 ആണ്. അപ്പോൾ ഈ ദിവസമാണ് ജവഹർലാൽ നെഹ്റു ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്. ഓക്കെ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് എന്താ പറയേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് ഉപയോഗിച്ചത്. ആൻഡ് ഈ ഒരു റെസൊല്യൂഷൻ ആണ് പിന്നീട് പ്രിയാമ്പിൾ ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയിട്ട് ഇവോൾവ് ചെയ്തത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. ഓക്കെ. അടുത്ത ഡേറ്റ് നമുക്കുള്ളത് 22nd of January 1947. അപ്പോൾ 22nd of January എന്താണ് സംഭവിച്ചത്, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അത് എന്താ പറയേണ്ടത് 13th December 1946 അത് എന്താ പറയേണ്ടത് മൂവ് ചെയ്തു. ആൻഡ് 22nd January 1947 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ യുനാനിമസ്ലി അത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒബ്ജക്ഷൻ ഒന്നുമില്ലാതെ എല്ലാവരും കൂടെ ചേർന്ന് അത് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് അടുത്തത് നമുക്ക് വളരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഡേറ്റ് ആണ് അല്ലേ, 15th August 1947 എന്നുള്ളത്. അപ്പോൾ ഈ 15th August 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചു. ആ സമയത്താണ് എന്താ പറയേണ്ടത്, 2 സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്തത് എന്ന് പറയാം. വൺ ഇസ് ദി ഡൊമീനിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദി അതർ ഇസ് ദി ഡൊമീനിയൻ ഓഫ് പാകിസ്ഥാൻ. അത് 15th August 1947 ഈ 2 ഡൊമീനിയൻസ് ക്രിയേറ്റ് ആയത്, ഡൊമീനിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഡൊമീനിയൻ ഓഫ് പാകിസ്ഥാൻ എന്നുള്ളത്. 29th of August 1947 മറ്റൊരു കീ ഡേറ്റ് ആണ്. അപ്പോൾ ഈ ദിവസമാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ ഡോക്ടർ അംബേദ്കർ അതിൻ്റെ ചെയർമാനായി മാറി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം അവിടെ ചെയർമാൻ ആയി ആ ഒരു റോൾ ഏറ്റെടുക്കുമ്പം അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. അതിനകത്ത് മറ്റ് മെമ്പേഴ്സ് നമ്മൾ നോക്കിയാൽ KM മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ളയുണ്ട്, അലാദി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ട്, ആൻഡ് N. ഗോപാലസ്വാമി അയ്യങ്കർ, ദേവി പ്രസാദ് ഖൈത്താൻ ആൻഡ് BL മിറ്റർ. ഇത്രയും പേര് അതിനകത്തുണ്ടായിരുന്ന മറ്റ് മെമ്പേഴ്സാണ്, ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ്. ഓക്കെ. അടുത്ത ഡേറ്റ് നമുക്കുള്ളത് February 1948. അപ്പോൾ February 1948 ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രിപ്പയർ ചെയ്തത് ബൈ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആദ്യത്തെ ഡ്രാഫ്റ്റ് ആണ്. ആൻഡ് ഈ സമയം മുതൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡിബേറ്റ്സും റിവിഷൻസും അവിടെ മുതൽ, കാരണം ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടില്ലേ, പിന്നെ നമുക്ക് റിവിഷൻസ് പോസിബിൾ ആയിട്ട് വരും. അടുത്ത കീ ഡേറ്റ് എന്ന് പറയുന്നത് ഇസ് ദ 26th of November 1949. 26th of November ഓൾമോസ്റ്റ് ഇപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായല്ലോ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 3 years ഓഫ് ഡിസ്കഷൻസ് ആൻഡ് റിവിഷൻസ് എന്നുള്ളതാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ ഏകദേശം 3 വർഷം കംപ്ലീറ്റ് ആയി ഡിസ്കഷൻസും റിവിഷൻസും ഡിബേറ്റ്സും നടന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു എന്നുള്ളത്. ആൻഡ് ഈ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോർമലി അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഫോർമലായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്.
അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ഇസ് ദ 24th of January 1950. 24th വളരെ ക്ലോസ് ആയിട്ട് മറ്റൊരു ഡേറ്റ് ഉണ്ട്, 26th of January 1950. 24th ശരിക്കും എന്താണ് സംഭവിച്ചത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാഡ് ഇറ്റ്സ് ഫൈനൽ മീറ്റിംഗ്. ആ ഒരു ഫൈനൽ മീറ്റിംഗ്, ആൻഡ് ആ മീറ്റിംഗിലാണ് എന്താ പറയേണ്ടത്, സൈൻ ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ നിലയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ 395 അന്നത്തെ നിലയിൽ 395 ആർട്ടിക്കിൾസും 8 സ്കെഡ്യൂൾസും 22 പാർട്സുമാണ് അന്ന് അവർ ജനുവരി 24 1950 സൈൻ ചെയ്ത് അഡോപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ കംസ് ദ അതർ ഡേ 26th of January 1950. അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്താ പറയേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കേം ഇൻ ടു ഫോഴ്സ് ഇന്നേ ദിവസം. അപ്പോഴാണ് ഒഫീഷ്യലി ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ എൻറ്റയർ ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടുക്ക് 2 years, 11 months and 18 days. ആൻഡ് ആ സമയത്ത് ആ ഒരു അസംബ്ലി മീറ്റിംഗ് എന്ന് പറയുന്നത് വാസ് ദേ ഫോർ എ ടോട്ടൽ ഓഫ് 166 days ആ ഒരു പീരിയഡിൽ. ഇപ്പോൾ 2 വർഷം 11 മാസം 18 ദിവസം, അതിൽ മൊത്തം 166 ദിവസത്തെ എന്താ പറയേണ്ടത് അസംബ്ലി മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ആൻഡ് എന്താ പറയേണ്ടത്, ആ ഒരു അഡോപ്ഷന് ശേഷം പോസ്റ്റ് അഡോപ്ഷൻ GV Mavlankar became the first speaker of the Lok Sabha following India's transition into a republic. Okay, അപ്പോൾ 26 January 1950 ഒഫീഷ്യലി ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? അന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ടു നോ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഒരു പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ പറയേണ്ടത്, അതിൻ്റെ വാല്യൂ ഇച്ചിരി കുറവായിരിക്കും. ബട്ട് ദെൻ അഗെയിൻ നമുക്ക് ഒഴിച്ചുവിടാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. സ്പെസിഫിക്കലി നമ്മൾ എന്താ പറയേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സേലിയന്റ് ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയും കൂടെ നമ്മൾ നോക്കി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, അല്ലേ? അപ്പോൾ അതിൽ ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ ഏരിയാസ് നമ്മൾ അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പേജിൽ ഈ കാണുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത വ്യക്തികൾക്ക് ഈ ഫോറിൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ അവർ റെഫർ ചെയ്തിരുന്നു, അത് വായിച്ചിരുന്നു, അത് നോക്കിയിരുന്നു. അതിൽ ഇന്ത്യക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു യൂണിറ്റി, ഡൈവേഴ്സിറ്റിയിലുള്ള യൂണിറ്റി, അതൊക്കെ നമുക്ക് നിലനിർത്തുന്നതിന്, നമ്മുടെ ആ ഒരു പ്ലൂറലിസം നമുക്ക് നിലനിർത്തുന്നതിന്, നമ്മുടെ സെക്യുലറിസം നമുക്ക് നിലനിർത്തുന്നതിന്, ആ നമ്മുടെ റൈറ്റ്സ് എല്ലാം നമുക്ക് നിലനിർത്തുന്നതിന് അനുയോജ്യമായ ചില ഘടകങ്ങൾ ചില കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, UK എന്ന് നമ്മൾ ഇന്നിപ്പോൾ ഈ പറയുന്നത്, അപ്പോൾ അവർക്ക് ഒരു പാർലമെന്ററി ഗവൺമെന്റ് ആണുള്ളത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം, ഓക്കെ, അത് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ റോൾ, ക്യാബിനറ്റ് മെമ്പേഴ്സിൻ്റെ റോൾ, അത് ബ്രിട്ടീഷ് മോഡൽ ബേസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഉള്ളത്. ആൻഡ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോമിനൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യ അഡോപ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് എ സെറിമോണിയൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ്, അതായത് പ്രസിഡന്റ് ആണല്ലോ ആ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടുത്തെ മൊണാർക്കിയുടെ റോളാണ് ശരിക്കും ഇവിടുത്തെ പ്രസിഡന്റിന് വരിക എന്നുള്ളത്. ആൻഡ് മറ്റൊരു സംഗതി ഇസ് ദ സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫോർ ഓൾ ഇന്ത്യൻസ്, എല്ലാ ഇന്ത്യൻസിനും തുല്യമായിട്ട് ഒരൊറ്റ സിറ്റിസൺഷിപ്പ് തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. അത് റിഗാർഡ്ലെസ് ഓഫ് ദ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലെ, കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായിരുന്നാലും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നാണ് പറയുന്നത്, അല്ലാതെ കേരള സിറ്റിസൺഷിപ്പ് എന്നല്ലല്ലോ അതിനെ പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ശരിക്കും ഒരു ബ്രിട്ടീഷ് പ്രാക്ടീസ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ആൻഡ് ആ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് സ്ട്രക്ചറിനകത്ത് ആ ഒരു ബൈക്യാമറൽ പാർലമെന്റ് ഉണ്ട്, അതാണ് ലോക്സഭ ആൻഡ് രാജ്യസഭ എന്ന് പറയുന്നത്.
അപ്പോൾ ദിസ് വാസ് ജസ്റ്റ് ലൈക്ക് ആ ഒരു UK ഹൗസ് ഓഫ് കോമൺസ് ആൻഡ് ഹൗസ് ഓഫ് ലോർഡ്സ് എന്നാണ് അവർക്ക് എന്താ പറയേണ്ടത് ആ ഒരു ബൈക്യാമറൽ പൊസിഷൻ അവിടെ വരുന്നത്, ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും. അപ്പം നമുക്കത് ലോക്സഭയും രാജ്യസഭയുമാണ് എന്നുള്ളത്. അപ്പോൾ സെയിം കോൺസെപ്റ്റ് അവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് ശരിക്കും എന്താ പറയേണ്ടത് ഉറപ്പ് വരുത്തുന്നത് ദാറ്റ് ലോ ഗവേൺസ് എവ്രി വൺ ഈക്വലി. സി, നിയമവാഴ്ച എന്ന് നമ്മൾ പറയത്തില്ലേ, നിയമമാണ് ഭരിക്കുന്നത്, അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാകും എന്ന് പറയുന്നത് ഈ റൂൾ ഓഫ് ലോയുടെ കോൺസെപ്റ്റിൽ നിന്നാണ്. ഈ കോൺസെപ്റ്റും ബ്രിട്ടീഷ് ലീഗൽ സിസ്റ്റത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആൻഡ് ദെൻ വി ഹാവ് ദി prerogatory writs and parliamentary privilege എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഹേബിയസ് കോർപ്പിയസ്, ഹേബിയസ് കോർപ്പസ് എന്നൊക്കെ പറയുന്ന ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ. അതേപോലെ മാൻഡമസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും കുറെ പെറോഗറേറ്റീവ് റിറ്റ്സ് ആണ്. റിട്ട് പെറ്റിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ശരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ വന്നതും UK നിന്ന് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ക്യാബിനറ്റ് സിസ്റ്റം ആൻഡ് ദ ലെജിസ്ലേറ്റീവ് സ്പീക്കർ. നമ്മുടെ ക്യാബിനറ്റിന്റെ സിസ്റ്റവും അതിനകത്ത് വരുന്ന ആ ഒരു ലെജിസ്ലേറ്റീവ് സ്പീക്കറും. അപ്പൊ ഈ റോൾസ് നോക്കിയേ, ആ എന്താ പറയേണ്ടത് ക്യാബിനറ്റിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ആൻഡ് അതേപോലെ ആ ഒരു സ്പീക്കറുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഇതെല്ലാം ആ ഒരു ബ്രിട്ടീഷ് ഗവർണൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സ്വാധീനിച്ച ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ചില ഘടകങ്ങൾ എന്നുള്ളത്. അടുത്ത ഒരു രാജ്യം സ്വാധീനിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് ശരിക്കും അതിനെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3യുടെ കാര്യമാണ് നമ്മളിവിടെ ഈ പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ ശരിക്കും US ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിളും. അപ്പോൾ നമുക്ക് ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാകാവുള്ളൂ, അതൊരു കോഡിഫൈഡ് ആയിരിക്കണം. കോഡിഫൈഡ് മീൻസ് അതുകൊണ്ടാണ് അതിനകത്ത് ആ സെക്ഷൻ നമ്പേഴ്സും പാർട്ട് നമ്പേഴ്സും ഒക്കെ വരുന്നത്. ആൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിയാമ്പിളോട് കൂടിയുള്ളത്. ഈ കോൺസെപ്റ്റും വന്നിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ റിട്ടൺ ആയിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ, അത് കോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ കോഡ് നമ്പേഴ്സ് നമ്മൾ പറയുന്നല്ല, ഇത്ര നമ്പർ എന്നൊക്കെ പറയുന്നത്, അതിനെയാണ് കോഡിഫൈഡ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ തിങ്ക് അബൌട്ട് ദ ഫെഡറൽ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഫെഡറൽ സിസ്റ്റം, അപ്പോൾ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഒരു ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇവിടെയുണ്ട്. US എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ്. അവർക്കൊരു ഫെഡറൽ സിസ്റ്റം ഉണ്ട്. ആ ഫെഡറൽ സിസ്റ്റത്തിന് പിന്നെ ഒരു ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. അവിടെ സ്റ്റേറ്റ്സ്, അവിടെ എനിക്ക് തോന്നുന്നു 52 or 53 സ്റ്റേറ്റ്സ് ആണ് മൊത്തം US. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് 52 or 53 സ്റ്റേറ്റ്സ് ഐ ബിലീവ്. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായ നിയമമുണ്ട്, എന്നാൽ അവരുടെ ഫെഡറൽ സിസ്റ്റത്തിന് ഒരു നിയമം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെയിം സ്ട്രക്ചർ സെന്റർ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് ആ ഒരു US ഫെഡറൽ സ്ട്രക്ചർ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതേപോലെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സ്. ഇംപീച്ച്മെന്റ് എന്താണ്? പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളതാണ് ഇംപീച്ച്മെന്റ് എന്നുള്ളത് അല്ലേ. പ്രസിഡന്റ് രാജിവെച്ചില്ലെങ്കിൽ എങ്ങനെ പുറത്താക്കും, ദാറ്റ് ഇസ് ഇംപീച്ച്മെന്റ് എന്നുള്ളത്. ആൻഡ് വൈസ് പ്രസിഡന്റിന്റെ റോള്. അപ്പോൾ ഇതും US നിന്നാണ്, അല്ലെങ്കിൽ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തേക്കുന്നു. അപ്പം നമ്മുടെ ആ ഒരു പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിന്റെ ആ പ്രൊസീജിയേഴ്സും അതേപോലെ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനവും വൈസ് പ്രസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ശരിക്കും ആ ഒരു US മോഡലിനെ ബേസ് ചെയ്ത് തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് നമ്മുടെ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കോൺസെപ്റ്റും US നിന്നുള്ള ഇൻസ്പിറേഷൻ തന്നെയാണ്. ആൻഡ് പ്രസിഡന്റ് ആസ് ദ കമാൻഡർ ഇൻ ചീഫ് എന്നുള്ളത്. അപ്പൊ ഇത് എന്തിനെ കുറിച്ചിട്ടാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ എല്ലാ ആംഡ് ഫോഴ്സസിന്റെയും കമാൻഡർ ഇൻ ചീഫ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതും ആ ഒരു US പ്രസിഡന്റ് അങ്ങനെയാണ്. US president actually serves as the commander-in-chief of all the armed forces.
അതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞു പെട്ടിയായിട്ട് നടക്കുന്നത്. ആ പെട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? അത് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഓൾ ദി ആംഡ് ഫോഴ്സസ്. ഇന്ത്യയിലും അതേ സിസ്റ്റം തന്നെയാണ്. പ്രസിഡന്റ് ആണ് അതിന്റെ കമാൻഡർ ഇൻ ചീഫ്, അല്ലേ? പിന്നെ ഇലക്ട്രൽ കോളേജ് ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ അണ്ടർ ലോ. അപ്പൊ ഇതെന്താ? ഇലക്ട്രൽ കോളേജ് സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ എലക്ടിങ് ദ പ്രസിഡന്റ് ആൻഡ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ പ്രൊട്ടക്ഷൻ അണ്ടർ ലോ. നിയമത്തിൽ എല്ലാവർക്കും ഒരേ സംരക്ഷണ എന്നുള്ള കോൺസെപ്റ്റും യു എസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ സമാനമായ ചില കോൺസെപ്റ്റ്സ് യു കെയിലും ഉണ്ടല്ലേ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ രാജ്യങ്ങളിൽ കോമൺ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം അവിടെ നിന്നും വന്നു ഇവിടെ നിന്നും വന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ആൻഡ് അടുത്തത് നമ്മൾ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നു. അപ്പൊ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന കോൺസെപ്റ്റ് ശരിക്കും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഉദ്ദേശം എന്താണ്? ഗൈഡ് ദ സ്റ്റേറ്റ് ടുവേർഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ. അപ്പൊ സ്റ്റേറ്റ്സിന് ആ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയറിലേക്കുള്ള ഗൈഡൻസ് ആണ് അതിനകത്ത് കൊടുക്കുന്നത്. മറ്റൊന്ന് പ്രസിഡൻഷ്യൽ നോമിനേഷൻ ആൻഡ് എലക്ഷൻ മെത്തേഡ്. അതും എന്താ പറയേണ്ടത്? റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ നിന്ന് തന്നെയാണ്. അതായത് ശരിക്കും രാജ്യസഭയിലെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യല്ലേ. സോ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ രാജ്യസഭ ബൈ ദ പ്രസിഡന്റ്, അതൊന്ന്. ഓക്കെ. ആൻഡ് രണ്ടാമത് ദ മെത്തേഡ് ഓഫ് എലക്ടിങ് ദ പ്രസിഡന്റ്. നമ്മുടെ നാട്ടിൽ പ്രസിഡന്റിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ഇതൊക്കെ ഐറിഷ് പ്രാക്ടീസസിനെ ബേസ് ചെയ്ത് വന്നു എന്നുള്ളത്. ഇനി മറ്റൊന്ന് ഓസ്ട്രേലിയ. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്രീഡം ഓഫ് ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നു. അതായത് ഫ്രീ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഉണ്ടാകണം ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട്, ആന്ധ്രയിൽ നിന്ന് നമുക്ക് അരി വരുന്നത് അല്ലേ? അതാണ് ഫ്രീ ട്രേഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് എന്നുള്ളത്. അതേപോലെ കൺകറന്റ് ലിസ്റ്റും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതായിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ആക്ച്വലി അലൗസ് ബോത്ത് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ടു ലെജിസ്ലേറ്റ് ഓൺ സർട്ടൻ സബ്ജക്ട്സ്. ചില സബ്ജക്റ്റിൽ സ്റ്റേറ്റിനും അധികാരമുണ്ട്, സെൻട്രൽ ഗവൺമെന്റിനും അധികാരമുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റൊന്ന് ജോയിന്റ് പാർലമെന്ററി സെഷൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ജോയിന്റ് സെഷൻസ് ഓഫ് പാർലമെന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ജോയിന്റ് സെഷൻസ് ഓഫ് പാർലമെന്റ് എന്തിനു വേണ്ടിയിട്ടാണത്? ടു റിസോൾവ് ഡെഡ്ലോക്സ് ഇൻ ലെജിസ്ലേഷൻ. അപ്പൊ ഏതെങ്കിലും ഒരു ലെജിസ്ലേഷൻ അത് ഒരു എന്താ പറയേണ്ടത് അവസാനത്തിലേക്ക് വന്ന് നിൽക്കുന്നു, അത് മുമ്പോട്ട് നീങ്ങുന്നില്ല, പാസ്സാകുന്നില്ല. അങ്ങനെ വരുമ്പം പാർലമെന്റിന്റെ ജോയിന്റ് സെഷൻസ് കണ്ടക്ട് ചെയ്യാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, ബട്ട് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരുവാണ് നമ്മുടെ കോൺസെപ്റ്റ്സ് എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഇനി പ്രിയാമ്പിളിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ടെർമിനോളജി, അതായത് അവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്കുകൾ, അവിടെ ഉപയോഗിച്ചേക്കുന്ന ടേംസ്. അപ്പൊ ചില ടേംസ് നമ്മുടെ ഇന്ത്യൻ പ്രിയാമ്പിളിൽ ഉള്ളത് ശരിക്കും ആ ഒരു ഓസ്ട്രേലിയൻ പ്രിയാമ്പിളിനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അത് ആ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് അത് അതിൽ നിന്ന് എടുത്തതാകാം എന്നുള്ളത് നമുക്ക് പറയാനേ സാധിക്കൂ. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത ഒന്ന് ഫ്രാൻസിൻ്റെയാണ്. ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്സ് ശരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഐഡിയാസ് ശരിക്കും പ്രിയാമ്പിളിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ. അപ്പൊ ഇത് ഫ്രഞ്ച് റെവല്യൂഷനെ ആസ്പദമാക്കിക്കൊണ്ട് എടുത്തിട്ടുള്ള സംഗതികളാണ്. ഇനി റിപ്പബ്ലിക്കൻ ഐഡിയൽസും എന്താ പറയേണ്ടത് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആൻഡ് ആ ഒരു റിപ്പബ്ലിക്കിൽ എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകും എന്നുള്ളത് അത് ശരിക്കും ഫ്രഞ്ച് റിപ്പബ്ലിക്കനിസത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി കാനഡയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലേ? അപ്പൊ ഈ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് വളരെ സ്ട്രോങ് ആണെന്നുള്ളത്, ദാറ്റ് ഇസ് സിമിലർ ടു കാനഡാസ് മോഡൽ എന്നുള്ളതാണ്.
ആൻഡ് ക്വാസി സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് അവിടെ ഉണ്ടാകണമല്ലോ. അപ്പോൾ സ്റ്റേറ്റ്സും യൂണിയൻസും തങ്ങളിലുള്ള പവർ ഡിവിഷൻ ആൻഡ് റെസിഡുവൽ പവേഴ്സ് സെന്ററിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഇതൊക്കെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നേക്കും. ആൻഡ് പിന്നെ ഗവർണേഴ്സിന്റെ കാര്യം. അപ്പോൾ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ് ആൻഡ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഗവർണേഴ്സിനെ സെൻട്രൽ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് സുപ്രീം കോർട്ടിന് ആ ഒരു ജുറിസ്ഡിക്ഷന്റെ അഡ്വൈസറി, സുപ്രീം കോർട്ട്സ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ, സോ അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള അവരുടെ ആ ഒരു അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ കനേഡിയൻ പ്രാക്ടീസസിനെ ബേസ് ചെയ്ത് കൊണ്ടുള്ളതാണ്. അവിടെയും കഴിയുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്ലാനിംഗ് കമ്മീഷൻസ് ആൻഡ് ജസ്റ്റിസ് ഇൻ പ്രിയാമ്പിൾ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്സ് ശരിക്കും സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നേക്കുക. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ദീസ് ആർ അണ്ടർ ആർട്ടിക്കിൾ 51A, അല്ലെ? അപ്പൊ ഇത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്നു. അപ്പൊ അവിടെയാണ് എന്താ പറയേണ്ടത്, ഓരോ സിറ്റിസൻസിനും അവരുടെ സ്റ്റേറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ, ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ആ ഒരു ഐഡിയ, അവർ എന്താ പറയേണ്ടത്, എക്കണോമിക് ഡെവലപ്മെന്റ് ഓവർസീ ചെയ്യുന്നതിന്, എക്കണോമിക് ഡെവലപ്മെന്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് സോവിയറ്റ് മോഡൽ തന്നെയാണ്. ആൻഡ് ജസ്റ്റിസ് ഇൻ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വരുന്ന ഐഡിയാസ് ഉണ്ടല്ലോ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പൊ സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇതൊക്കെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ദെൻ ജർമ്മനിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ജർമ്മനി ആ ഒരു സമയത്ത് വെയ്മാർ റിപ്പബ്ലിക് എന്നല്ലായിരുന്നു. അപ്പോൾ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി, അതാണ് എമർജൻസി പ്രൊവിഷൻസ്. ആ ഒരു എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം സസ്പെൻഡഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രൊവിഷൻസ്, അതായത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എമർജൻസി സിറ്റുവേഷൻ, നാഷണൽ എമർജൻസി ഉള്ള സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തു കളയപ്പെടും എന്നുള്ളത് ആ ഒരു വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയുടെ നിന്ന് വന്നേക്കുന്നു എന്നുള്ളത്. ആൻഡ് ദർ ഇസ് ഓൾസോ ആൻ ഇൻഫ്ലുവൻസ് ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു 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 പ്രൊവിഷനാണ് ഈ അമെൻമെന്റ് പ്രോസസ് അല്ലെങ്കിൽ അമെൻമെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ നമുക്ക് അമെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ കീ ഐഡിയ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ശരിക്കും വന്നിട്ടുള്ളത് എന്നാണ്. ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ ആ ഒരു എലക്ഷൻ പ്രോസസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ, അതും സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇഫ് യു ലുക്ക് അറ്റ് ജപ്പാൻ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ള കോൺസെപ്റ്റ് ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ടേൺസ് ഔട്ട് അതാകും ആ ഒരു ലീഗൽ ആക്ഷൻ എടുക്കുന്നതിനുള്ള അടിസ്ഥാനം അല്ലെങ്കിൽ ബേസിസ് ഫോർ ലീഗൽ ആക്ഷൻ എന്നുള്ളത്. ഇത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നു എന്നുള്ളത്. അപ്പൊ എവരുടെ ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ ആക്ച്വലി അത് ആ ഒരു US-നകത്ത് ഈ സെയിം തിങ് സമാനമായത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നുള്ളതാണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ആ പ്രിൻസിപ്പിൾ ആക്ച്വലി ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ US പ്രിൻസിപ്പിൾ വിച്ച് ഇസ് കോൾഡ് ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഓക്കെ. ആൻഡ് ഇന്ത്യയുടെ ജുഡീഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വലി യുണീക്ക് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. റൈറ്റ്. ഓക്കെ. സോ അടുത്തത് വി വിൽ ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആൻഡ് ആ സ്ട്രക്ചറിനകത്ത് നമുക്ക് കീ കമ്പോണൻസ് അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പ്രിയാമ്പിൾ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഒരു കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ട് തന്നെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് എന്തൊക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷന്റെ വേരിയസ് പാർട്സ് എന്തൊക്കെയാണ്, അത് പ്രിയാമ്പിൾ മുതൽ തുടങ്ങി ആ മറ്റ് അനേകം പാർട്സ് എന്തൊക്കെയാണ്, 400 അതായത്
395 ആർട്ടിക്കിൾസ് ഇനിഷ്യലി അത് എനാക്ട് ചെയ്യുന്ന സമയത്ത്, അതിനുശേഷം എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം നമുക്ക് 470 ആർട്ടിക്കിൾസ് ഉണ്ട്. അത് 25 പാർട്സ് ആയിട്ട്. അപ്പൊ എന്താണ് ഈ 25 ഡിഫറെന്റ് പാർട്സ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുമ്പോഴാണ് അതിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകുന്നത്. ഈ 25 പാർട്സിന് പുറമെ 12 ഷെഡ്യൂൾസും ഉണ്ട്, 5 അപ്പൻഡിസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം അത് തന്നെ ഒരു പാർട്ട് നമുക്ക് ചിലപ്പം വേണ്ടി വരും ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആൻഡ് നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, so thank you very much for watching this video and wish you a good day ahead. Thank you.